2,10,000 രൂപയുടെ ഒരു ലോൺ ഓഫർ ഇവർ നമുക്ക് തന്നിട്ടുണ്ട്. 0 ഫോർ ക്ലോഷർ ചാർജസ് ആണ് പ്രസൻ്റ്ലി ഉള്ളത്. നമുക്ക് ഈ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാക്സിമം ഒരു 5 മിനിറ്റിൽ ട്രാൻസ്ഫർ ചെയ്തെടുക്കാനും പറ്റും. നല്ല കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നല്ല ഹയർ എമൗണ്ട്സ് നമുക്ക് ലോണായിട്ട് തരുന്ന ഒരു ആപ്ലിക്കേഷൻ, ജെന്യൂൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി തന്നെയാണ്. അപ്പോൾ അങ്ങനെ നൽകുന്ന ഒരു ആപ്പിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ മുന്നേ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു 4 മാസം മുന്നേ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് അവർ എനിക്ക് തന്നിരുന്ന അറൗണ്ട് 80,000 രൂപയുടെ അപ്രൂവൽ ആയിരുന്നു. ഇപ്പൊ അവർ നമുക്കത് ഒരു വട്ടം 1.10 എൻഹാൻസ് ചെയ്തു. ദെൻ ഇപ്പൊ 2,10,000 രൂപ ഞാൻ എടുക്കാത്ത കാരണം തോന്നും 2.10 വരെയൊക്കെ എൻഹാൻസ് ചെയ്ത് തന്നിട്ടുണ്ട്. 2.10 ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും കൂട്ടും. അങ്ങനെ തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എമൗണ്ട് കൂട്ടി കൂട്ടി പോകും. ഈ ആപ്ലിക്കേഷൻ നമുക്ക് തന്നിട്ടുള്ളത് 9,300 രൂപ EMI 22.8% ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. കാരണം ഇത് ഇൻകം പ്രൂഫ് എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട, എന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു ലോൺ എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സിവിൽ സ്കോർ ഉണ്ട്, കുഴപ്പമില്ലാത്ത ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. നവീനാണ് ആപ്പിന്റെ പേര്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതിൽ വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, കുഴപ്പമില്ലാത്ത ബാങ്ക് ഹിസ്റ്ററി, അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത സിവിൽ സ്കോർ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിലെങ്ങനെ എമൗണ്ട് അപ്രൂവ് ആക്കിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റുന്നതിന്റെ ഒരു ഇതുണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കുന്നതായിരിക്കും. അതേപോലെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, ജസ്റ്റ് കയറുക, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സാലറിയുടെ ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ എന്ന് ചോദിക്കും. രണ്ടാണെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ സാലറിയുടെ ആണെങ്കിൽ അതേപോലെ തന്നെ കൊടുക്കുക, സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ അതേപോലെ തന്നെ കൊടുക്കുക. ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു എമൗണ്ട് അവർ അപ്രൂവ് ആക്കി തരും. അതിന് മുന്നേ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വെരിഫൈ ചെയ്യും, അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ ഒരു എമൗണ്ട് അവർ അപ്രൂവ് ആക്കി തരും. അത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് 5 മിനിറ്റിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അങ്ങനെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി അതിന്റെ വീഡിയോ ഉണ്ട്, ജസ്റ്റ് കണ്ടുനോക്കാൻ. തിരിച്ചു 2,10,000 രൂപയാണ് നമുക്ക് ഇവിടെ അപ്രൂവ് ആയേക്കുന്നത്. ആ ഗെറ്റ് ക്യാഷ് എന്നൊരു ടാബ് ഉണ്ടല്ലോ, അതുമ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാനായിട്ട് പറ്റും. അപ് ടു 5 മിനിറ്റ്സ് എന്നാണ് ഇവർ പറയുന്നത്. മാക്സിമം 5 മിനിറ്റ് ഒക്കെ തന്നെയാണ് എടുക്കത്തുള്ളൂ എമൗണ്ട് ക്രെഡിറ്റ് ആവാനായിട്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 മിനിറ്റിനുള്ളിൽ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഗെറ്റ് ക്യാഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വെബ്സൈറ്റിലോട്ട് ഇവിടുന്ന് റീഡയറക്റ്റ് ചെയ്യും. ആ വെബ്സൈറ്റിൽ പോയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രൊഫൈൽ അവർ വാല്യുവേറ്റ് ചെയ്യും. വാല്യുവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തരാവുന്ന ഒരു മാക്സിമം എമൗണ്ട് എത്രയാണെന്ന് അവിടെ കാണിക്കും കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്തിട്ടാണ് ഈ ഓഫർ കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഹിസ്റ്ററിയൊക്കെ പക്ക നല്ല നീറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അത്യാവശ്യം നല്ല ട്രാൻസാക്ഷനൊക്കെ കയറുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അപ്രൂവൽ ചാൻസസ് ഭയങ്കര ഹൈ ആയിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ടെന്യൂറൊക്കെ അവർ നോക്കി നമുക്ക് ഏറ്റവും മാക്സിമം എത്രയാണ് നമുക്ക് തരാൻ പറ്റുക, മാക്സിമം ടെന്യൂറൊക്കെ എത്ര തരും എന്ന് നോക്കിയിട്ട് ഇതേപോലൊരു ഓഫർ കാണിക്കും. 2,10,000 രൂപയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് 9,300 EMI, 30 മാസത്തെ ടെന്യൂർ, 22.81% ഇൻട്രസ്റ്റ്, 4,900 രൂപ പ്രോസസ്സിംഗ് ഫീ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വന്നേക്കണം കേട്ടോ. എമൗണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. താഴെ പോയി കഴിഞ്ഞാൽ അതിന് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് EMI പ്ലാനും അതിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ EMI പ്ലാനൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് പറ്റും. നമുക്ക് എമൗണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. ഇനി നമുക്ക് ടോട്ടൽ ഇതിൽ വരുന്ന നഷ്ടം എത്രയാണെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 2,10,000 രൂപയാണ് കേട്ടോ. 2,10,000 രൂപയാണ് നമ്മുടെ ലോൺ എമൗണ്ട്. ഈ ലോൺ എമൗണ്ടിൽ നമുക്ക് ടോട്ടൽ ടെന്യൂർ നമുക്ക് കിട്ടുന്നത് 30 മാസത്തെ ടെന്യൂറാണ് ഇവർ നമുക്ക് തരുന്നത്. 30 മന്തിൻ്റെ ഒരു ടെന്യൂർ നമുക്ക് ഇവർ തരുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റ് 22.81% ഇൻട്രസ്റ്റിലാണ് നമുക്ക് ഈ ലോണ് കിട്ടുന്നത്. EMI ആയിട്ട് നമുക്ക് വരുന്ന എമൗണ്ട് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 9,300 EMI ആയിട്ട് വരും. അപ്പം നമുക്ക് ടോട്ടൽ ഇനി നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9,300 EMI വെച്ച് നമ്മൾ 30 മാസത്തേക്ക് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ എത്ര കോസ്റ്റിംഗ് വരും എന്ന് നോക്കാം. എത്ര ടോട്ടൽ നമ്മൾ 30 മാസം കൊണ്ട് അടച്ചു വരുന്നുണ്ട്. 2,79,000 രൂപ. പ്രോസസ്സിംഗ് ഫീ ആയിട്ട് ഒരു 4,900 രൂപ അവർ ഈടാക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ എമൗണ്ടിൽ നിന്ന് 4,900 രൂപ ഇവർ കുറയ്ക്കും. അത് കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ 4,900 നമ്മുടെ നഷ്ടം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ 2,79,000 നിന്ന് ഈ 2,10,000 ആ 4,900 പ്രോസസ്സിംഗ് ഫീയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടുന്ന ആ എമൗണ്ട് ഉണ്ടല്ലോ, അതാണ് 30 മാസത്തേക്ക് നമുക്ക് ടോട്ടലി വരുന്ന ലോസായിട്ട് പോകുന്ന എമൗണ്ട്.
64,100 രൂപയാണ് നമുക്ക് ടോട്ടലി ലോസ് ആയിട്ട് പോവുക. അത് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ വലിയൊരു ലോസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം വിത്തൗട്ട് ഒരു പ്രൂഫ് ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു ലോണാണ്, വലിയ വെരിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി കുറവെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ എവിടെയെങ്കിലും ഇതിനേക്കാൾ ബെറ്റർ ഓഫർ കിട്ടുന്നവർക്ക് അത് നല്ലൊരു ഓഫർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെ ആവാൻ ചാൻസ് കൂടുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും നല്ലൊരു ഓഫറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്കിത് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മളത് ഒന്നുകൂടിയും വേണമെങ്കിൽ വെരിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ പെർഫെക്റ്റ് ആണോ സെറ്റ് ആണോ എന്ന് ഒന്നുകൂടിയും വെരിഫൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് നെക്സ്റ്റ് കൊടുത്ത് മാൻഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഇതാണ് നവ്യ ആപ്ലിക്കേഷൻ. ഇത്രയുള്ള നമ്മുടെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.